സോഷ്യൽ മീഡിയയിൽ കൊടുങ്കാറ്റ് പോലെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ വിമർശന അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സറ്റയർ എന്നും പറയാം. അതാണ് കോക്രോച്ച് ജനതാ പാർട്ടി. വലിയ ജനശ്രദ്ധ നേടി വരികയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. ബോസ്റ്റൺ ബിരുദധാരിയായ അഭിജിത്ത് ദിപ്കെ എന്നൊരു യുവാവ്, അദ്ദേഹം പണ്ട് AAPയുടെ മീഡിയ സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്നു അത്രേ. ഏതായാലും അയാൾ തുടങ്ങിവെച്ച കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ന് ദശലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ മാത്രമല്ല മറ്റ് ഉത്തരവാദിത്വ ബോധമുള്ള രാഷ്ട്രീയക്കാരെയും അത് ആകർഷിച്ചിട്ടുണ്ട്. ശ്രീമതി മഹുവ മൊയ്ത്ര, കീർത്തി ആസാദ് തുടങ്ങിയ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ പോലും അതിന് പിന്തുണ കൊടുക്കുന്നതായി വാർത്തകളുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ സൂര്യകാന്ത് തൊഴിലില്ലാത്തവരെ പാറ്റകളോട് ഉപമിച്ചു, കോക്രോച്ചുകളോട് ഉപമിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രതിഷേധ പ്രസ്ഥാനത്തിന്റെ തുടക്കം. ചീഫ് ജസ്റ്റിസ് ആവട്ടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഉത്ഭവവും വളർച്ചയും അതിൻ്റെ വലിയ ജന സംസാരവുമായപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് തിരുത്തിയിട്ടുണ്ട്. അദ്ദേഹം വ്യാജ ബിരുദധാരികളെയാണ് അത്രേ ഉദ്ദേശിച്ചത്. തൊഴിലില്ലാത്ത മുഴുവൻ യുവാക്കളെയല്ല, വ്യാജ ബിരുദവുമായി നടക്കുന്ന തൊഴിലില്ലാത്തവരെയാണ് അദ്ദേഹം പാറ്റകൾ എന്ന് ഉപമിച്ചത് എന്ന് പറയുന്നു. അതും എങ്ങനെ ന്യായമാകും? അദ്ദേഹത്തെ പോലെ ഉന്നതസ്ഥാനീയനായ ഒരു വ്യക്തിക്ക് പറയാനും ഉപയോഗിക്കാനും പറ്റിയ വാക്കുകളാണോ യുവാക്കളെ കുറിച്ച് പാറ്റകൾ എന്നത്? അവർ തൊഴിലില്ലാത്തവരോ വ്യാജന്മാരോ ആര് തന്നെ ആകട്ടെ, ഒരു കോടതിയുടെ ഉത്തരവാദപ്പെട്ട പരമോന്നത പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി അത്തരം ഒരു വാക്പ്രയോഗം നടത്തിയത് തികച്ചും അനുചിതമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഏതായാലും അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം. അദ്ദേഹം തിരുത്തിയത് അതിന് ആവശ്യമായ തരത്തിലുള്ള തിരുത്തല്ല കൊടുത്തിട്ടുള്ളതെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അതിനൊരു വിശദീകരണം വന്നിട്ടുണ്ട് എന്നതുകൊണ്ട് ആ ഭാഗം നമുക്ക് മാറ്റിവെക്കാം. ഇനി കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ എത്രമാത്രം പ്രസക്തമാണ്? നമ്മുടെ രാഷ്ട്രീയ വിമർശന രംഗം പൂർണ്ണമായും നിശ്ചലമാണ്, നിശബ്ദമാണ്. കാരണം മീഡിയകളെ കീഴ്പ്പെടുത്തിയിട്ടുള്ള ഈ ഭരണകൂടം മീഡിയകളിൽ നടക്കേണ്ട ചർച്ചകളോ വിമർശനങ്ങളോ പാടെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. ഈ അവസ്ഥയിലാണ് യുവതലമുറ, അവരാണ് ഈ രാജ്യത്തിന്റെ ഭാവി വിധാതാക്കൾ. പഴയ തലമുറ അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്താണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് രാഷ്ട്രത്തെ, ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട വിഭാഗമാണ് ജെൻസെറ്റ്, അതായത് ജെൻസി. ഇവരുടെ ശബ്ദത്തിന് തീർച്ചയായും വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇവർ ആരംഭിച്ച ഒരു പൊളിറ്റിക്കൽ സറ്റയർ ഇത്രമാത്രം ജനശ്രദ്ധ ആകർഷിച്ച് ഇത്രമാത്രം ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ഇത് നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു പ്രവണതയായി കാണാൻ പറ്റില്ല. മടിയന്മാരുടെയും തൊഴിലില്ലാത്തവരുടെയും സംഘടനയാണ് തങ്ങളുടേത് എന്ന് പറയുമ്പോഴും കോക്രോച്ച് ജനതാ പാർട്ടിക്കാർ, CJPക്കാർ വ്യക്തമായ നമ്മുടെ പരമ്പരാഗത മുഖ്യധാര രാഷ്ട്രീയക്കാർക്ക് പോലും ഇല്ലാത്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ചില കാര്യങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് കാണാം. 23 ലക്ഷം വിദ്യാർത്ഥികളെ തെരുവിലാക്കിയ നീറ്റ് പരീക്ഷ, അതിൽ നടന്ന കൃത്രിമം പേപ്പർ ചോർച്ച, അത് കാരണം ആ പരീക്ഷയെ തന്നെ റദ്ദാക്കൽ, അതോടനുബന്ധിച്ചുണ്ടായ ആത്മഹത്യകൾ വരെ നടന്നിട്ടുണ്ട് ചില വിദ്യാർത്ഥികൾ. ഏതായാലും ഇതൊരു വിഷയമാണ് നമ്മുടെ CJPക്കാരുടെ. മാത്രമല്ല ഏറ്റവും പ്രധാനമായി അവർ പറയുന്നത് ജസ്റ്റിസുമാർ അവിടെ കോടതി ഉദ്യോഗത്തിന് ശേഷം രാജ്യസഭകളിലേക്ക് രാഷ്ട്രീയ പ്രതിഫലമായി അവരുടെ കോടതി വ്യവഹാരങ്ങളിൽ അവർ രാഷ്ട്രീയ പാർട്ടികൾക്ക് പക്ഷം പിടിച്ചതിന്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് വെച്ച് നീട്ടുന്ന പ്രത്യുപകാരമായി നീട്ടുന്ന ഉപഹാരമായി കൊടുക്കുന്ന രാജ്യസഭാ സീറ്റുകൾ പാടില്ല എന്നാണ് ഇവരുടെ വാദം. വോട്ടർ പട്ടികയിൽ നിന്ന് അനധികൃതമായി വെട്ടിനീക്കപ്പെടുന്ന പേരുകളുടെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കുമേൽ UAPA ചുമത്തണം എന്നതാണ് മറ്റൊരു വാദം. കേൾക്കുമ്പോൾ തമാശയായോ പരിഹാസ്യമായോ തോന്നാമെങ്കിലും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് പറയാൻ വിട്ടുപോയ കാര്യങ്ങളാണ് ഇവർ പറയുന്നത് മുഴുവൻ എന്ന് കാണാം. മുഖ്യധാരാ പാർട്ടികൾ ഒന്നുകിൽ വിട്ടുപോയതോ ഭയപ്പാട് മൂലം പറയാൻ മടിക്കുന്നതോ മറ്റേതെങ്കിലും നിലനിൽപ്പിന്റെ പേരിൽ നിസ്സംഗത പാലിച്ചതോ ആയ കാര്യങ്ങളാണ് ഈ യുവജനങ്ങൾ തമാശ രൂപേണയാണെങ്കിലും ഗൗരവമുള്ള രാഷ്ട്രീയ വിഷയങ്ങളാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. അതിലൊന്നാണ് ജഡ്ജിമാർക്ക് പ്രത്യുപകാരമായി രാജ്യസഭാ സീറ്റ് നൽകുന്നത്, തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അനധികൃതമായി തിരഞ്ഞെടുപ്പ് പട്ടികയിൽ നിന്ന് പൗരന്മാരുടെ പേരുകൾ വെട്ടിക്കളയുന്നതിന്റെ പേരിൽ
തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ മേൽ UAPA ചുമത്തണം എന്നുള്ളത്. മൂന്നാമത് അവർ പറയുന്നത് കൂറുമാറ്റത്തിന് 20 വർഷം വരെ വിലക്ക് ഏർപ്പെടുത്തണം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നെ വിലക്ക് ഏർപ്പെടുത്തണം എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം. ഓരോ സാധാരണ ജനങ്ങളും അധികാര സ്ഥാനത്തിന് പുറത്തു നിൽക്കുന്ന ലക്ഷോപലക്ഷം കോടാനുകോടി ജനങ്ങൾ ഓരോ നിമിഷവും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില ആശയങ്ങൾ തന്നെയാണ് ഇവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കാണാം. ഇത് വലിയൊരു സംഭവമായി തീർന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കാം. പിന്നെ പ്രധാനമായി അവർ പറയുന്ന നീറ്റ് പരീക്ഷയിലുള്ള ക്രമക്കേടുകൾ, ദേശീയ തലത്തിൽ നടക്കുന്ന പരീക്ഷകളിൽ വിശ്വാസയോഗ്യമല്ലാത്ത ഇടപെടലുകൾ നടക്കുന്നു എന്നുള്ളത് ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല. ഈ വർഷത്തെ മെയ് മാസത്തെ നീറ്റ് പരീക്ഷയിൽ മാത്രമുണ്ടായ സംഭവവുമല്ല അത് മുമ്പും പലപ്പോഴും പല ഇത്തരം പരീക്ഷകളിൽ കൃത്രിമങ്ങളും ക്രമക്കേടുകളും നടന്നതായും പരീക്ഷാ ചോദ്യക്കടലാസുകൾ ചോർന്നതായും നമുക്ക് ധാരാളം അനുഭവങ്ങളുണ്ട്. ഒരു രാഷ്ട്രത്തെ നയിക്കേണ്ട സർക്കാരുകൾ ഒരു കൊച്ചു പരീക്ഷ നടത്താൻ പോലും പ്രാപ്തരല്ല എന്ന് വരുന്നത് ഏറെ ലജ്ജാകരമാണ്. ഇൻസ്റ്റാഗ്രാമിലും എക്സിലും ഉള്ള ഇവരുടെ അക്കൗണ്ടുകൾ BJPയേക്കാൾ കൂടുതൽ പിന്തുണ ഏറി എന്നതിന്റെ പേരിൽ ക്ലോസ് ചെയ്തു എന്ന് കേൾക്കുന്നു. ഏതായാലും അവർ വീണ്ടും അത് ആരംഭിച്ചിട്ടുണ്ട്. വലിയ വലിയ പ്രബല വ്യക്തികൾ ഇതിലേക്ക് ആകൃഷ്ടരായി, ഇവരുടെ ആശയത്തിൽ ആകൃഷ്ടരായി ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും ഇവരെ ഫോളോവേഴ്സായി ചേർന്നിട്ടുമുണ്ട്. എങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡ് എന്നതിലപ്പുറം ഇതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ പ്രബലരായ മുഖ്യധാര പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണത് എന്ന് പറയാനാവില്ല. ഒരു രാഷ്ട്രീയ മാറ്റത്തിന് ആവശ്യമായ ഇവരുന്നയിച്ചിരുന്ന രാഷ്ട്രത്തിലെ നീറുന്ന പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ മാറ്റത്തിന് ആവശ്യമായ കരുക്കൾ നീക്കാൻ അവർക്കിത് ഒരു പ്രചോദനമായി തീർന്നേക്കാം. ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു മാനിഫെസ്റ്റോ മടിയന്മാരുടെയും തൊഴിൽ രഹിതരുടെയും പാർട്ടിയാണിത് എന്ന് പറയുമ്പോൾ തന്നെ അവർ പറയുന്നു അവരുടെ രാഷ്ട്രീയ ആശയം എന്ന നിലക്ക് സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യലിസ്റ്റ് ആശയങ്ങളോടാണ് ഇവർക്ക് ആഭിമുഖ്യം എന്നവർ ഊന്നി പറയുന്നുണ്ട്. അത് ഏറ്റവും മനോഹരമായ 3 വാക്കുകൾ തന്നെയാണ്. ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിനാകെ തന്നെയും പുതിയ ലോകത്തിന്, പുതിയ ജൻസി കൈകാര്യം ചെയ്യാൻ പോകുന്ന ഭാവി ലോകത്തിന് ഏറ്റവും അത്യന്താപേക്ഷിത രാഷ്ട്രീയ മൂല്യങ്ങളാണ് ഡെമോക്രസി, സോഷ്യലിസം ആൻഡ് സെക്യുലറിസം എന്നുള്ളത് കൃത്യമായി ഇവർ ഇതിൽ അടയാളപ്പെടുത്തുന്നുണ്ട് ഇവരുടെ മാനിഫെസ്റ്റോയിൽ എന്നത് ചെറിയ കാര്യമല്ല. ഇതിനെ കേവലം ഒരു സോഷ്യൽ മീഡിയ ഹൈപ്പ് എന്നതിനപ്പുറം മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്കുള്ള മാർഗദർശനമായി സ്വീകരിക്കാവുന്നതാണ്. കാരണം അവർ ഇരുട്ടിൽ തപ്പുകയാണ്. ഭീതി മൂലം, നിലനിൽപ്പിനു വേണ്ടിയുള്ള ആർത്തി മൂലം, കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലാതെ ഇന്നത്തെ ഭരണകൂടത്തിന് മുമ്പിൽ നട്ടം തിരിയുന്ന പ്രതിപക്ഷത്തിന് കൃത്യമായ ഒരു ദിശാബോധം നൽകാൻ ഈ ചെറുപ്പക്കാരുടെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണെങ്കിലും ഇതിന് കഴിയും എന്നുള്ളതിൽ തർക്കമില്ല. ദീർഘകാലത്തെ കോൺഗ്രസ് ഭരണം അവസാനിപ്പിച്ച് BJP ഭരണത്തിൽ കയറുമ്പോൾ അവർക്ക് കൂട്ടായിരുന്നത്, പ്രധാന രാഷ്ട്രീയ പിന്തുണ നൽകിയിരുന്നത് ഈ വിഭാഗമാണെന്ന് കാണാം. അതായത് ഈ IT സ്പെഷ്യലിസ്റ്റുകൾ, ഇലക്ട്രോണിക് മീഡിയയിലെ സ്പെഷ്യലിസ്റ്റ് യുവ ജനങ്ങൾ ചെറുതൊന്നുമല്ല BJPക്ക് നൽകിയ പിന്തുണ അവരുടെ തുടക്കകാലത്ത്. പക്ഷെ അവരെ മുഴുവൻ നിരാശരാക്കിക്കൊണ്ട് കോൺഗ്രസിനെ മാറ്റി BJP കയറുമ്പോൾ വലിയ പ്രതീക്ഷയിലായിരുന്നു ഈ യുവജനങ്ങൾ. ഇന്ന് ഏതൊരു കൂട്ടരാണോ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പിന്നിലുള്ളത്, ആ കൂട്ടരുടെ വലിയ പിന്തുണ കൊണ്ടാണ് BJP അവരുടെ IT സെല്ലുകൾ മറ്റു പല മേഖലകളും പിടിച്ചെടുത്തത്. അവർക്ക് മുഖ്യ ശക്തി സ്രോതസ്സായി വർത്തിച്ചത് ഈ കൂട്ടരാണെന്ന് കാണാം. ആ കൂട്ടരാണ് ഇപ്പോൾ BJPയിൽ നിന്ന് ഉടക്കി മാറി അവർക്ക് നൈരാശ്യം മൂലം അവർ ഇത്തരമൊരു സംരംഭത്തിന്, ഒരു മുന്നേറ്റത്തിന്, പ്രത്യേകിച്ച് പ്രകോപനപരമായ ജഡ്ജിയുടെ വായിൽ നിന്ന് വീർന്ന പ്രകോപനപരമായ ഒരു വാക്കും അത് കാരണമായി നിമിത്തമായി എന്ന് മാത്രം. പൊതുവെ അവർ നിരാശരായിരുന്നു. ഒരു വഴി തേടുകയായിരുന്നു അവർ. ഈ കുരുക്കിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള വഴി തേടുമ്പോഴാണ് അവർക്ക് ജഡ്ജിയുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് വീണ് കിട്ടിയത്. അവരെ പൂർണ്ണമായി കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള പാറ്റകൾ എന്ന അതിനികൃഷ്ടമായ ഒരു പ്രയോഗം. ഏതായാലും അവർ അതിൽ തൂങ്ങിപ്പിടിച്ചു. അതിന്റെ പേരിൽ അവർ ഒരു സോഷ്യൽ മീഡിയ ഹൈപ്പ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അവർ വിജയികളുമാണ്. ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിന് അനുഗുണമാണ് ഇവരുടെ ഈ വാദഗതികൾ. ഇത് ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ ഇന്ത്യയിലെ മുഖ്യധാര കുത്തക രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞാൽ തീർച്ചയായും ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് അത് വഴിയൊരുക്കും.
എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ പ്രതിപക്ഷ മുഖ്യകക്ഷി ഇതിനെ എത്ര കണ്ട് ഉപയോഗപ്പെടുത്തും എന്നറിഞ്ഞുകൂടാ. രാജ്യം ഒരു മോചനം തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട്. അതായത് രാഷ്ട്രം കുറെ കൂടി വ്യക്തതയുള്ള, കുറെ കൂടി കർമ്മശേഷിയുള്ള നേതൃത്വങ്ങളെയാണ് ആഗ്രഹിക്കുന്നത്. കുറെ കൂടി അടുത്ത തലമുറയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ജനറേഷൻ ഗ്യാപ്പ് സൃഷ്ടിക്കാത്ത ഒരു നേതൃനിര രാഷ്ട്രത്തിൽ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതിന്റെ കൂടി സൂചനയാണ് ഈ CJP. ഈ CJP കേവലം ഒരു രാഷ്ട്രീയ സറ്റയർ ആയിട്ടല്ല, രാഷ്ട്രീയ ദിശാബോധമായിട്ട് വേണം നിലവിലുള്ള മുഖ്യധാര രാഷ്ട്രീയക്കാർ പരിഗണിക്കാൻ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ലോകത്തിനോ ഈ രാജ്യത്തിനോ പരമ്പരാഗത രാഷ്ട്രീയ സങ്കല്പങ്ങളിൽ മാത്രം ഊന്നിക്കൊണ്ട്, പരമ്പരാഗത രീതികളിൽ മാത്രം തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകാനാവില്ല എന്നതിൻ്റെ കൂടെ സൂചനയാണ് CJP. തീർച്ചയായും ജനാധിപത്യവും സോഷ്യലിസവും സെക്യുലറിസവും വികലപ്പെടുത്തിയിരിക്കുന്നു, കളങ്കപ്പെടുത്തിയിരിക്കുന്നു, മാറ്റം വരുത്തിയിരിക്കുന്നു എന്നുള്ളതൊക്കെ വസ്തുതയാണെങ്കിലും ആ മൂന്ന് ആശയങ്ങൾ രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പിന്, സമാധാനപരമായ സഹവർത്തിത്വത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇൻക്ലൂസീവ്നെസ്സിന് അത് അത്യാവശ്യമാണ്. ഡെമോക്രസി, സെക്യുലറിസം ആൻഡ് സോഷ്യലിസം ലോകത്തിന്റെ സമാധാനപരമായ നിലനിൽപ്പിനും അതിജീവനത്തിനും ഈ മൂന്ന് ഘടകങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്, മാറ്റി നിർത്തിക്കൊണ്ട്, അഥവാ അവയിൽ കൃത്രിമം ചേർത്തുകൊണ്ട്, മായം ചേർത്തുകൊണ്ട് മുന്നോട്ട് പോവുക ഈ ലോകത്തിന് സാധ്യമല്ല. അതുതന്നെ ആയിരിക്കണം ഇത്രയും അഡ്വാൻസ്ഡ് രീതിയിൽ ചിന്തിക്കുന്ന യുവജനത, ജൻസികൾ ഈ മൂന്ന് കാര്യങ്ങളെ അവർക്ക് പ്രത്യേകമായി അവരുടെ മാനിഫെസ്റ്റോയിൽ ഊന്നിപ്പറയുന്നുണ്ട് എന്നുള്ളത് തന്നെ ഇവരിൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. തെരഞ്ഞെടുപ്പുകളിൽ ഭാവിയിൽ മത്സരിച്ചേക്കുമോ എന്ന കാര്യത്തിലും ഉറപ്പൊന്നുമില്ല. എങ്കിലും 2029 തെരഞ്ഞെടുപ്പിനെ ഇവർ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നതിന് സൂചനകളുണ്ട്. ലോകത്തിന് പല രാഷ്ട്ര മീമാംസകളെയും രാഷ്ട്രീയ സംവിധാനങ്ങളെയും പരിചിതമാണ്. അവയിലൊന്നാണ് ജനാധിപത്യം. തീർച്ചയായും അരോചകമായ തരത്തിൽ അതിനെ വ്യതിയാനം വരുത്തിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച്. എങ്കിലും ജനാധിപത്യം തള്ളിക്കളയാറായിട്ടില്ല, വലിച്ചെറിയാനായിട്ടില്ല. അതിൻ്റെ പൂർണ്ണ സ്പിരിറ്റോടെ പുനരുജ്ജീവിപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം അതിനേക്കാൾ മികച്ചൊരു രാഷ്ട്രീയ സംവിധാനം ഇപ്പോൾ നിലവിലില്ല. ഇനി ഉണ്ടായിട്ട് വേണം, ഉണ്ടായേക്കാം. അതുതന്നെയാണ് സെക്യുലറിസത്തിൻ്റെയും സ്ഥിതി. ഇൻക്ലൂസീവ്നെസ് ഇല്ലാതെ ഒരു രാഷ്ട്രത്തിന് മുന്നോട്ട് പോവുക സാധ്യമല്ല. അതിൻ്റെ താത്വികമായ ലക്ഷണം സെക്യുലറിസം തന്നെയാണ്. സെക്യുലറിസം അല്ലാതെ മറ്റൊന്നുമല്ല. ഇതുതന്നെയാണ് സോഷ്യലിസത്തിൻ്റെയും അവസ്ഥ. കടുത്ത പ്രാകൃത മുതലാളിത്തമോ കടുത്ത കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികതയോ പുതിയ ജനറേഷന്റെ മുമ്പിൽ വിലപ്പോവില്ല. എടുക്കാത്ത നാണയങ്ങൾ മാത്രമാണ് അവയെല്ലാം. സോഷ്യലിസത്തിൻ്റെയും മോഡേൺ ഡെമോക്രസിയുടെയും ലിബറലിസത്തിൻ്റെയും സെക്യുലറിസത്തിൻ്റെയും ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കാൻ ഈ ജൻസിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, രാഷ്ട്രത്തിലുണ്ടാവുന്ന പുതിയ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് രാഷ്ട്രത്തിലെ ജനാധിപത്യ പ്രക്രിയക്ക് കൂടുതൽ ശക്തി പകരാനുള്ളതാകട്ടെ ഇവയെല്ലാം എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.